ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഡോക്ടർ ദിവ്യ പറഞ്ഞതുപോലെ ഈ പെട്ടെന്ന് ഇപ്പോൾ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണെങ്കിലും ലഹരി വസ്തുക്കളുടെ കടത്ത്, അതിൻ്റെ ഉപയോഗം, അതിൻ്റെ കരിയേഴ്സ്, അവരെ കണ്ടെത്താനും അവരെ നേരിടാനും അത് തുടച്ചു നീക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾക്ക് ഈ കാലത്ത് വലിയ പരിമിതികളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ഇത് വളരെ വ്യാപകമാകുന്നു. സ്കൂൾ പരിസരങ്ങളിൽ വരെ ഈ ലഹരി മരുന്ന് എത്തുന്ന സംവിധാനം ഉണ്ടാകുന്നു. അപ്പോൾ താങ്കൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വം പറയുന്നു നമ്മൾ കൂട്ടായി നിൽക്കണം, എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു സമൂഹം ഇതിനകത്ത് ഉണരണം, ജാഗ്രതയോടുകൂടി നിൽക്കണമെന്ന്. പക്ഷേ സമൂഹം ടോട്ടലായിട്ട് ആശ്രയിക്കുന്നതും വിശ്വാസമർപ്പിക്കുന്നതും ഭരണ സംവിധാനങ്ങളിലാണ്, എക്സൈസ് പോലെയുള്ള സംവിധാനങ്ങളിലാണ്. അവർ പരാജയം സമ്മതിക്കുകയാണോ? അതോ ഇന്നിപ്പോൾ ടി പത്മനാഭൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ അടുത്തറിയുന്ന എഴുത്തുകാരാണ്. അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് മറ്റൊരു നെക്സസ്, അതായത് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും നേതാക്കളും ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഈ കാലം സംശയിച്ചു പോകും എന്നാണ്. അങ്ങനെ ഒരു സംശയത്തിന് അടിസ്ഥാനമുണ്ടോ? ശ്രീ ഗോപി, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിപത്തുകൾ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കുക എന്ന് ഉറപ്പുവരുത്തേണ്ടുന്നത് ഗവൺമെന്റിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ചുമതലയാണ്. അപ്പോൾ എങ്ങനെയാണോ സാധാരണ രീതിയിൽ നമ്മൾ പോലീസ് സംവിധാനത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള പൗരന്മാർക്ക് അവരുടെ സ്വത്തിന് സംരക്ഷണം നൽകുന്നത്, അതേപോലെ തന്നെയുള്ള ഒരു മാർഗം തന്നെയാണ് എക്സൈസിനെ ഉപയോഗിച്ചിട്ടാണെങ്കിലും പോലീസിനെ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഡ്രഗിന്റെ അബ്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സർക്കാർ പുലർത്തേണ്ടുന്ന രീതി അത് തന്നെയാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് നടക്കുന്നത് ബോധവൽക്കരണമാണ്. പ്രത്യേകിച്ച് സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ച് കുറേയധികം സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് മാധ്യമങ്ങളെല്ലാം ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് സുദീർഘമായിട്ടുള്ള ബോധവൽക്കരണ പരമ്പരയാണ് ഇവിടെ പൊതുവെ കാണുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ പോലീസിംഗിന്റെ ഭാഗത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ നാട്ടിലെ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, സ്ത്രീ പീഡനങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കുറേയധികം ക്രൈംസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളിവിടെ പോലീസിനെ ഉപയോഗിച്ചിട്ട് ബോധവൽക്കരണമാണോ നടത്തുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ ബോധവൽക്കരണം എന്ന് പറയുന്നത് അത് നടത്തേണ്ടുന്നത് ലഹരി എന്ന വിപത്തിനെ കുറിച്ച്, അതിന്റെ വരുംവരായികളെ കുറിച്ച്, അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് ഒക്കെ തന്നെ ആൾക്കാർക്ക് വലിയ അവബോധമില്ലാത്തൊരു കാലത്താണ്. ഒരുപക്ഷെ 10-15 വർഷം മുമ്പ് കേരളത്തിൽ ഇത് ഇങ്ങനെ വ്യാപകമായിട്ട് നമ്മൾ നടപ്പാക്കുകയും പലതരത്തിലുള്ള സ്കീമുകളൊക്കെ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ആ ഘട്ടം അതല്ല. ബോധവൽക്കരണത്തിന്റെ ആ കാലം കഴിഞ്ഞുപോയി. ബോധവൽക്കരണം എന്ന് പറയുന്നത് പണ്ട് തുടർന്നിരുന്നത് വേണമെങ്കിൽ അതേപടി തുറന്നു പോകാവുന്നതാണ്. പക്ഷെ ഇന്ന് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ ലഹരിയുടെ വിപത്തിനെ കുറിച്ച് അറിയൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. അപ്പൊ ഇന്ന് ഇങ്ങനെ തുടർച്ചയായിട്ട് ബോധവൽക്കരണ ക്യാമ്പയിനുകൾ മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അത് പലപ്പോഴും നമ്മൾ ഈ സിനിമകളിലൊക്കെ തന്നെ ഇപ്പൊ മദ്യപിക്കുന്ന സീനുകൾ വരുന്ന സമയത്ത് താഴെ ചെറുതായിട്ടൊരു ഡിസ്ക്ലൈമർ കാണിക്കുമല്ലോ, നമ്മളതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ല, ഇതൊക്കെ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് പോലെയുള്ളൂ. അത് വായിച്ചതിന് ശേഷം മദ്യപാനമോ പുകയില ഉപയോഗമോ ഒക്കെ തന്നെ നിർത്തിയിരിക്കുന്ന ആരെങ്കിലും സമൂഹത്തിലുണ്ട് എന്ന് കരുതുന്നില്ല. അപ്പോൾ ഒരു പർപ്പസ് സെർവ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണ് കംപ്ലയൻസ് എന്നുള്ളത് കൊണ്ട് നമ്മളത് അനുവർത്തിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് പോകുന്നതിന് വേണ്ടി, ഇതിന്റെ വ്യാപനം തടയുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അതിന് ട്രഡീഷണൽ മെത്തേഡ്സ്, നമ്മുടെ എക്സൈസ് സാധാരണ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ മതിയോ? വ്യാപനം തടയാനായിട്ട് കഴിയുന്നുണ്ടോ? മറുഭാഗത്ത് നമ്മൾ ആരെയാണോ ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ആ ആൾക്കാർ വളരെ അഡ്വാൻസ്ഡ് ആണ്. അത് കേവലം ഈ രാസലഹരിയിൽ മാത്രമല്ല, നൂതനമായിട്ടുള്ള കുറേയധികം സിന്തറ്റിക് ഡ്രഗ്സ് വരുന്നതിൽ മാത്രമല്ല, മറിച്ച് ഇത് എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. ഒരുപക്ഷെ അതിന്റെ ലെയറിൽ ഒരാൾ അടുത്ത കണ്ണി ആർക്കാണ് കൈമാറുന്നത്, ഇനി അത് എത്ര തവണ കൈമാറിയിട്ടാണ് അവസാനം അത് ട്രേഡ് ചെയ്യുന്ന ഒരാളിന്റെ അടുത്തേക്ക് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊന്നും നമുക്കൊരു ധാരണയുമില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ അറസ്റ്റ് ചെയ്യുന്ന കേസുകളിലൊക്കെ കാണുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചോ കോളേജുകൾ കേന്ദ്രീകരിച്ചോ ഒക്കെ ഏതെങ്കിലും അതിനടുത്തുള്ള ഏതെങ്കിലും പാൻ ഷോപ്പുകളിൽ ഇത് വിറ്റു, അപ്പൊ ഉടനെ പരാതി കിട്ടി, പോയി റെയ്ഡ് ചെയ്തു, പിടിച്ചു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കണ്ണി പൂർത്തീകരിക്കാനായിട്ട്, ആ ചങ്ങല പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതിന് നമ്മൾ ഈ പറയുന്ന പോലെ പോലീസിംഗ് എന്ന് പറയുന്നത് ഇന്നുണ്ടാകുന്ന ക്രൈമിന്റെ അതിന്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഗ്രാവിറ്റി തുടങ്ങിയ കാര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പോലീസ് എക്വിപ്ഡ് ആണോ എന്ന് പറയുന്നത് പോലെ തന്നെ എക്സൈസ് ഇതേപോലെ തന്നെ എക്വിപ്ഡ് ആണോ എന്നുള്ളത് ചിന്തിക്കണം. അപ്പൊ ഇതിന് മറ്റുള്ള മാർഗങ്ങൾ കൊണ്ടുവരാം. അപ്പൊ ഈ പേരന്റിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. ഇന്ന് അവയർനെസ് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പേരന്റിംഗിന്റെ ഭാഗമായിട്ട് പേരന്റ് അവയർനെസ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് ഒരുപക്ഷെ ബോധവൽക്കരണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നൽകേണ്ടത് ഒരു മനഃശാസ്ത്രജ്ഞന്റെ സേവനമാണ്, ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു സുഹൃത്ത് സൈക്കോളജിസ്റ്റ് തന്നെ ഏതോ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ചില സ്കൂളുകളിലൊക്കെ സന്ദർശിക്കുമ്പോൾ
അവിടെയുള്ള കുട്ടികളോട് ഇന്ററാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഈ സ്കൂളിൽ ആവശ്യമുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ പലപ്പോഴും പറയുന്നത് ഒരു സ്ഥിരം കൗൺസിലറിനെ വേണം എന്നാണ്. കൗൺസിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാളിനെ സ്ഥിരം വേണമെന്ന് നമ്മുടെ നാട്ടിലുള്ള സ്കൂൾ കുട്ടികൾ പറയുകയാണ്. അപ്പോൾ അവർക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള എന്ത് സമ്മർദ്ദം, പഠനേതരമായിട്ടുള്ള എന്ത് സമ്മർദ്ദമാണ് ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ, നമ്മുടെ സ്കൂളിങ്ങിന്റെ, പെഡഗോജിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇതൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഈ ശ്രമം എല്ലാം തന്നെ സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ചിട്ടാണ് കൂടുതലായിട്ട് നടക്കുക. അതിനപ്പുറത്തേക്ക് നമ്മുടെ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഹൈ റിസ്ക് ഗ്രൂപ്പുകളുണ്ടോ? അങ്ങനെയുള്ള വളരെ വൾണറബിൾ ആയിട്ടുള്ള ഹൈ റിസ്ക് ഗ്രൂപ്പുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഈ ലഹരിയുടെ ഏതെങ്കിലും ഒരു കണ്ണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും സഹായിച്ചാൽ അവർക്ക് ആനുപാതികമായിട്ടുള്ള ഒരു റിവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടോ? പബ്ലിക് വോളണ്ടിയേഴ്സിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കുറേയധികം മാർഗങ്ങൾ കൂടി നമ്മൾ പരീക്ഷിക്കണം. അതല്ലാതെ സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേവലം ബോധവൽക്കരണമാണ്. നമ്മൾ പല പേരുകൾ വിളിച്ചുകൊണ്ട് വിമുക്തി അല്ലെങ്കിൽ സേ നോ ടു ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിനുകൾ മാത്രം നടത്തുക എന്നിടത്ത് പൂർത്തിയാകുന്നില്ല. അല്ല ശ്രീജിത്ത്, മാത്രമല്ല അതിനകത്തൊരു പ്രശ്നം, ഇതിനകത്ത് ഇപ്പോൾ ഇതിലെ കുറ്റക്കാരാരാണ്, യഥാർത്ഥ ഈ ഇപ്പോൾ വില്ലന്മാരാരാണ് എന്ന് കണ്ടെത്തുന്നിടത്ത് പോലും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. കാരണം ആരാണ് ഇതിനകത്ത് മറഞ്ഞിരിക്കുന്നതെന്ന് പോലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റൊരു നെക്സസ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്നത്. നമ്മളെ ആരെയാണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക, ആരെയാണ് നമ്മൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുക എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വം ഇതേപോലെയുള്ള ക്യാമ്പയിനൊക്കെ നടത്തുമ്പോഴും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ വളരെ ശക്തമായി ഡ്രഗ്സിനെതിരെ വരുമ്പോഴും ഇതിലെല്ലാം മറഞ്ഞിരിക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇപ്പം